നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോയിൽ എങ്ങനെയെല്ലാം കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നില്ല. എന്നാൽ കീ ഫ്രെയിമുകൾ എന്താണ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാൻ അതിന് മുന്നേ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയ വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന പേജിൻ്റെ അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത ബേസിക് വീഡിയോസ് ഒക്കെ ഉണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാൻ മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു ആർക്കോൾ FX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തതുണ്ട് ജസ്റ്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. ബേസിക് വീഡിയോ ഒക്കെ അതിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഭയങ്കര ലാഗാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു ലാഗാടോ എന്ന് വെച്ചോണ്ടേ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ലാഗായിട്ട് തന്നെ പോകുള്ളൂ. കാര്യം എല്ലാവർക്കും ആ ചേട്ടനെ പോലെ അത്ര ബുദ്ധിമാനായിരിക്കില്ല. നമുക്ക് പല ബുദ്ധിമാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിലും അറിവുള്ളവരായിരിക്കില്ല. ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ നമ്മളെ ട്യൂട്ടോറിയൽ കാണുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ഞാൻ എത്രത്തോളം പറയാൻ പറ്റും അത്രത്തോളം സിമ്പിളായിട്ട് പറയും. അതായത് നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളിങ്ങനെയൊക്കെ പറയും. നമുക്ക് ഈ ആഷ് ബൂഷായിട്ട് അതങ്ങനെ ചെയ്യുക ഇങ്ങനെയൊന്നും പറയാൻ നമുക്കറിയില്ല. നമുക്കിങ്ങനെ അറിയുള്ളൂ, നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുക, വേറെ നോക്കുക. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ട്, അവരെന്ത് ചെയ്യുക, നമ്മുടെ ദേഷ്യം തോന്നുന്നത് നിങ്ങൾ വേറെ കാണുക. നമ്മളൊരു കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാമല്ലോ. അതിനാണല്ലോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉള്ളതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പോകുള്ളൂ. അത് ഇഷ്ടമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഞാൻ ബോറാണുള്ളത്. അപ്പോൾ നമുക്ക് ആവറേജിൻ്റെ ഒരു എടുക്കാൻ പറ്റുമല്ലോ, ഇത്ര ആൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ. ഓക്കെ, ഞാൻ ഇനിയും പറഞ്ഞ് ലാഗാക്കി ബോറടിയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അത് ഞാൻ ആദ്യം തന്നെ ടെക്സ്റ്റിന് എങ്ങനെ അനിമേഷൻ കൊടുക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ടൈറ്റിൽസിൽ ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിനെ ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിനൊരു ആനിമേഷൻ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. ഈ എന്താ പറയുക, ആനിമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ഒരു ആനിമേറ്റഡ് സിനിമകളൊക്കെ പോലെ തന്നെ ഒരു ജീവിനെ ഉണ്ടാക്കുക, ജീവി നടന്നു വരിക, അത് ആക്രമിക്കുക, തീ തുപ്പുക എന്ന് പറയുക. അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റോ ഒരു ഇമേജോ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ആനിമൽസിൻ്റെതായ മൂവ്മെൻറ്റ്, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ പോലെ അങ്ങനെ ഉദ്ദേശിക്കുള്ളൂ. അതായത് മൂവ്മെൻറ്റ് കൊടുക്കുക. ഈ ടെക്സ്റ്റ് ഇങ്ങനെ നീങ്ങി വരിക, അല്ലെങ്കിൽ കറങ്ങി വരിക, ജമ്പ് ചെയ്ത് വരിക, സിക്സാഗ് ആയിട്ട് വരിക, തുള്ളി വരിക, സൂമായിട്ട് വരിക, സൂം ഔട്ടായി പോകുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതിനാണ് നമ്മൾ സിമ്പിൾ ആനിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഉറുമ്പ് കയറി പോവുക മോണിറ്ററിൻ്റെ ഉള്ളിലേക്ക്. മോനെ നശിപ്പിക്കില്ല. ഇന്നലെ ഒരു മോണിറ്റർ വാങ്ങിയിട്ടുള്ളൂ, കാര്യം പഴയത് അടിച്ചു പോയിട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, മോണിറ്റർ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെടാണെന്ന് കാണട്ടോ. ഒരു അൺബോക്സിംഗ് ആണ്, നമുക്ക് അൺബോക്സിംഗ് ഒന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് അതിനെ പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ. ഓക്കെ, പോട്ടെ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുക, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിനെ ഒരു മൂലയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അല്ലേ, ഒരു ഏരിയയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇൻസ്പെക്ടർ ഉണ്ട് അല്ലേ. ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ കാണാൻ പറ്റും. അതിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും നേരെ താഴെയായിട്ട്. ഈ ടൈറ്റിലിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. ഈ പൊസിഷനിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, പൊസിഷൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതിൻ്റെ പൊസിഷന് ഓക്കെ സെറ്റ് അല്ലേ. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരണം. അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഇവിടെ ഒരു ഡയമണ്ടിൻ്റെ ഐക്കൺ കണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അവിടെ കീ ഫ്രെയിം കൊടുത്തു, അതായത് ആ ഒരു ഫ്രെയിമിലേക്ക് അവനെ ഫിക്സ് ചെയ്തു. ഫ്രെയിം എന്താണെന്നും കൂടെ ഒന്ന് പറയട്ടെ, തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്താ ഫ്രെയിം എന്ന് പറഞ്ഞാൽ 30 ഫ്രെയിമുകൾ കൂടിയിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള വീഡിയോ, അതായത് 30 ഫോട്ടോസ് കൂടിയിട്ട് ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഒരു വീഡിയോ ആയി മാറാം. ഒരു സെക്കൻഡിൽ 30 ഫോട്ടോസ് കത്തിയില്ലേ. അതാണ് 30 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. വീഡിയോയിൽ പറയില്ലേ 60 ഫ്രെയിം പെർ സെക്കൻഡ് എന്നൊക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 30 ഫോട്ടോസ് കൂടിയിട്ടാണ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോട്ടോയിൽ അങ്ങനെ വിചാരിക്കുക, ആദ്യത്തെ ഫോട്ടോ അതാണ്, രണ്ടാമത്തെ ഫോട്ടോ, മൂന്നാമത്തെ ഫോട്ടോ, അങ്ങനെ നോക്കിക്കോട്ടോ. അതിങ്ങനെ മാറുന്നു കേട്ടോ. ഇങ്ങനെ 30 ഫ്രെയിമുകൾ കൂടുമ്പോൾ ഒരു സെക്കൻഡ് ആവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു ഫ്രെയിമാണെന്ന് കണക്ക് കൂട്ടണ്ട, ഞാൻ എക്സാമ്പിൾ പറയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്രെയിമിൽ ഞാൻ കൊണ്ടുവച്ചു, അവിടെ ഞാനൊരു കീ ഫ്രെയിമിനെ അപ്ലൈ ചെയ്തു. അപ്പോൾ അവനവിടെ ഫിക്സ് ആയേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ഇവനെ ഞാൻ നടുവിലേക്ക് കൊണ്ടുവരണം. എന്ത് ചെയ്യണം, ഈ പൊസിഷൻ കണ്ടോ, പൊസിഷനിൽ ആദ്യത്തേത് ഇങ്ങനെ മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് പോകാനുള്ളതാണ്, ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. രണ്ടാമത്തെ എന്താ, മേലോട്ടേക്ക് താഴോട്ടേക്ക് പോകാനുള്ളതാണ്. മനസ്സിലായോ. അപ്പോൾ എനിക്ക് മുന്നോട്ടേക്കാണല്ലോ വരണ്ടേ. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ ആളിവിടെ വന്ന് ടൈറ്റിൽ ഇവിടെ ഫിക്സ് ആയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണെ. നോക്കിക്കോ, പ്ലേ ചെയ്യുന്ന സമയത്ത് ആ കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ലൈ ആവും കേട്ടോ. രണ്ടാമത് നമ്മൾ കീ ഫ്രെയിം ഇടേണ്ട കാര്യമില്ല, പ്ലേ ആക്കിയാൽ കണ്ടോ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ആനിമേഷൻ കൊടുത്തു. അതിന് പകരം നമുക്കിവിടെ എഫക്റ്റിൻ്റെ അകത്ത് ഒരുപാട് എഫക്ട്സ് ഉണ്ടാവും. അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ കറങ്ങി വരുന്നോ തിരിഞ്ഞ് വരുന്നോ മങ്ങിപ്പോണതൊക്കെ ഈ ഇതിൽ തന്നെ കാണാം ഒരുപാട്. അതിന് പകരം നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, മറ്റുള്ളവരെ കഴിവ് നോക്കിയിട്ട് നമുക്ക് അല്ല, നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ അറിഞ്ഞു വെക്കാൻ പറ്റുമോ അതൊക്കെ അറിഞ്ഞു വെക്കാം. ഓക്കെ അല്ലേ. കണ്ട ഇതിങ്ങനെ വന്നു അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് സൂമും കൊടുക്കാം. സൂമിൻ്റെ സെറ്റിങ്സ് അവിടെ ഉണ്ട്. ഇവിടെ സൂമിലൊന്ന് കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക, റെഡ് കളറായില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നടുവിലേക്ക് എത്തുമ്പോൾ സൂമായിട്ട് ഇവിടെ എത്തുമ്പോൾ സൂമായി വരണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് അപ്ലൈ ചെയ്യുന്നത് നോക്കിട്ടോ. സൂം കൂട്ടുമ്പോൾ സമയത്ത് അവിടെ റെഡ് കണ്ട വന്നേ ഇങ്ങനെ സൂം ആവണം. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് വരുമ്പോഴേ ഇയാൾ സൂമായിട്ടാണ് വരിക കേട്ടോ. നോക്കിക്കോ കണ്ടോ. ഇനി ഇങ്ങനെ അല്ല, ഞാൻ അവിടെ എത്തിയിട്ടാണ് സൂം കൊടുക്കേണ്ടത് വെച്ചാൽ
ഇവിടെ എത്തി, അവിടെ നിന്ന് ശേഷമാണ് സൂം കൊടുക്കേണ്ടത്. ഇവിടെ വരിക, എന്നിട്ട് കീ ഫ്രെയിം കൊടുക്കുക. ഓക്കെ അല്ലേ? ആദ്യമേ കീ ഫ്രെയിം കൊടുക്കാതെ ഇവിടെ കീ ഫ്രെയിം കൊടുക്കുക. ഉറുമ്പ് വരുന്നു പിന്നെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വെച്ച ശേഷം സൂം കൊടുക്കുക. ഓക്കെ അല്ലേ? ഇപ്പം നോക്കിക്കോ, ഈ സാധനം അവിടെ വരെ ഓടി വന്നിട്ട് അവിടുന്ന് വലുതായി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കീ ഫ്രെയിം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സംഭവം നമുക്ക് ഈ ഡയമണ്ടിൻ്റെ ഒക്കെ എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ രീതി അല്ലാണ്ട് വേറെ രീതിയിലും കൂടെ ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഞാനിത് മൊത്തം റീസെറ്റ് ചെയ്യണേ. ഈ റിച്ച് ടെക്സ്റ്റിലുള്ള ഇവിടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കീ ഫ്രെയിം റീസെറ്റ് ആവും. കണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ടൈറ്റിൽ തൊട്ടപ്പുറമായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഈ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ വേറെ സെറ്റിങ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു കോളം കണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. അത് മനസ്സിലാക്കാൻ എളുപ്പത്തിലുണ്ടോ. ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കിയും ഓണാക്കിയും ചെയ്യാം. ഓക്കെ, അതിൽ പ്രാധാന്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ട്രാൻസ്ഫോം മൊത്തത്തിൽ ഞാൻ കീ ഫ്രെയിം കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ അപ്ലൈ കണ്ടോ. അതിന് പറയുമ്പോൾ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് കൊടുക്കുക, അങ്ങനെയും കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? കുറച്ച് മുന്നോട്ടേക്ക് നീക്കി വെച്ചു. എന്നിട്ട് ഇവന് ഇവിടേക്ക് മൂലക്കിലേക്കോ അല്ലെങ്കിൽ ഈ മൂലയിലേക്കോ വരണം. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പോണേ? പൊസിഷൻ ഒന്ന് മാറ്റുക. ഒന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ മാനുവലി ഇങ്ങനെ സൂം പൊസിഷനും ഇങ്ങനെ മാറ്റാം. ഇനി വരെ എനിക്ക് വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കേട്ടോ. കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഇവിടെ ഓൾറെഡി കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഇവിടേക്ക് കൊണ്ടുവച്ചു. ഇനി ഇവിടേക്ക് പോകണം അല്ലേ? ഞാൻ ജസ്റ്റ് ഇതാ ഈ ബേസിക് ടെക്സ്റ്റിൻ്റെ ഇവിടെ എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു വെച്ചു. ഈ കുത്തിൽ പിടിക്കരുത് കേട്ടോ, അത് പിവോട്ടാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പിടിച്ചിട്ട് വലിച്ചു വെച്ചു. ഇപ്പം നോക്കിക്കോ, നേരത്തെ അതേപോലെ തന്നെ. പക്ഷേ നമുക്ക് എന്താണ്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണില്ല. നേരെ ടെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്ത് കാണാൻ പറ്റും. കണ്ടോ? ഈ പോകുന്ന സമയത്ത് ഒന്ന് വളഞ്ഞു പോകണം ഇവിടുന്ന്. അതിനെന്ത് ചെയ്യുക? നമ്മളൊന്ന് പിന്നെ വളഞ്ഞു പാളിപ്പോയി. ഈ കുത്ത് എവിടെയെങ്കിലും പിടിക്കുക. മറ്റേ കുത്ത് കേട്ടോ, ഈ ചെറിയ പാത്തിൻ്റെ അകത്തുള്ള കുത്ത്. അതിങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇനി അത് അങ്ങനെയാണ് പോവുക. കുത്ത് മീൻസ് ഡോട്ടാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ഭാഗത്തും പല അർത്ഥമാണല്ലോ അതിന് വരുന്നത്. നമ്മളവിടെ കുത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കുത്ത് കോമ എന്ന് പറയും പോലെ കത്തിയല്ലോ. ഓക്കെ, കണ്ടോ? ഒരു പ്രത്യേക സിക്സാഗ് രീതിയിൽ പോകുന്ന ഈ പാത്രത്തിലാണ് വരച്ചു കൊടുക്കുന്നത്. ആ പാത്തിലൂടെയാണ് ആൾ പിന്നെ പോകുന്നത്. കണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ സൂമും ചെയ്യാൻ പറ്റും. നേരത്തെ കാണിച്ച പോലെ തന്നെ സിമ്പിളാണ്. ഇവിടെ സൂം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് വലിക്കുക, ചെറുതാക്കുക, വലുതാക്കുക. കണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിന് ആനിമേഷൻ കൊടുക്കാം. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെയൊക്കെ കൊടുത്ത് വെച്ചതുകൊണ്ട് കേട്ടോ. പിന്നെ മാറ്റമൊന്നും വരില്ല. കണ്ടോ? ഓട്ടോമാറ്റിക് ഇവിടെ അപ്ലൈ ആയി. പിന്നെ ഇതുപോലെ ക്രോപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഇമേജുകൾ ആഡ് ചെയ്യണേ. ഒരു ഇമേജ് താഴെ. വീഡിയോസും സെയിം ആണ് കേട്ടോ. ഇമേജ് കാണിക്കുന്നത് വെച്ചാൽ വീഡിയോ എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഒരു ഇമേജ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്താൽ. ഇതിൽ നമ്മൾ ചില വീഡിയോസിൽ കാണാറുണ്ട്. എങ്ങനെയാണ്? ആദ്യത്തെ ഫ്രെയിം ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അടിയിലുള്ള സംഭവം കാണാൻ പറ്റും. അത് എഫക്റ്റ് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ രീതി ചെയ്യാം. പല രീതിയും ഉണ്ട് കേട്ടോ. ഇതൊരു രീതിയാണ്. അതെന്താ ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്പെക്ടറിൽ തന്നെ വീഡിയോയിൽ ക്രോപ്പ് ഉണ്ടാവും. ഇവിടെ നമുക്ക് എക്സ്ട്രാ വേറെ സെറ്റിങ്സ് കാണാൻ പറ്റില്ല. കാര്യം ഇതൊരു ഇമേജാണ്, ടെക്സ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ക്രോപ്പിൽ വരിക താഴെ ഇങ്ങനെ ഹൈഡായി കിടക്കണമെന്ന് അൺഹൈഡ് ചെയ്താൽ ഇത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. ക്രോപ്പിൽ വന്ന ശേഷം എന്ത് ചെയ്യുക? ക്രോപ്പിൽ മൊത്തത്തിൽ ഞാനിവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാണ്. നമുക്ക് ലെഫ്റ്റ് മാത്രം മതി, ലെഫ്റ്റ് മാത്രം മതി. ഇഷ്ടമുള്ള പോലെ ഓരോന്നോരം സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പോൾ ക്രോപ്പ് അപ്ലൈ ചെയ്തു. ഇവിടേക്ക് എത്തുമ്പോഴേക്കും എന്താവണം? ഈ പുള്ളി ഇവിടം വരെ പകുതി ക്രോപ്പായിട്ട് വരണം അല്ലേ? അപ്പോൾ എവിടെയാണ് ലെഫ്റ്റ് ക്രോപ്പ് ലെഫ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്തു. ഓക്കെ, രണ്ടും ഒരേ ഇമേജാണ്, നല്ല രസം ഉണ്ടാവും. ഇത് 2 ഇമേജ് ആയിപ്പോയി. അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടം വരെ കൊണ്ടുവന്നു. ഇനി കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അത് റിട്ടേൺ ഈ ക്രോപ്പ് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ കീ ഫ്രെയിം അപ്ലൈ കണ്ടോ. ഇനി ഞാനൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, മ്യൂസിക്കൊക്കെ ആയിട്ട് വരും അല്ലേ? നല്ല രസമല്ലേ? ഇങ്ങനെ ആ ഒരു സംഭവമാണ്. ഇത് മെല്ലെ വേണമെങ്കിൽ മെല്ലെ കൊണ്ടുവരാം. 2 ഫോട്ടോസും മേലെയും താഴെയായിട്ട് വെച്ചിട്ട് മുകളിലെ ഫോട്ടോയിൽ ക്രോപ്പ് അപ്ലൈ ചെയ്യുക. കത്തിയില്ലല്ലേ? മനസ്സിലായി ഞാൻ വിചാരിക്കും. എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അല്ല നിങ്ങളൊരിക്കലും എന്നെക്കാളും നല്ല ആൾക്കാരായിരിക്കും നിങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ മോശക്കാരൊന്നും ആവില്ല എന്തായാലും. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സൂമിൻ്റെ പറഞ്ഞു, ക്രോപ്പിൻ്റെ പറഞ്ഞു. ഇനി ഒപ്പാസിറ്റീൻ്റെ പറയാം അല്ലേ? ഒപ്പാസിറ്റി നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് എന്ത് ചെയ്യും? കുറച്ച് ഇങ്ങോട്ടേക്ക് പ്ലേ ആകുമ്പോൾ കളറായിട്ട് വരും അല്ലേ? അതിനെന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് ഒപ്പാസിറ്റി ഫുള്ള് 0യിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യും. ഇവിടെ കോമ്പോസിറ്റിലാണ് കേട്ടോ ഒപ്പാസിറ്റി വരുന്നത്. എന്നിട്ട് ജസ്റ്റ് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവച്ചിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒപ്പാസിറ്റി 100ലേക്ക് വരുന്നു. ഇപ്പോൾ നോക്കണ്ട, ഫസ്റ്റ് ഫ്രെയിമിൽ 0 ഇട്ടിട്ട് നമുക്ക് വേണ്ട ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് 100 ആക്കുക കേട്ടോ. കോമ്പോസൈറ്റിൽ ഒപ്പാസിറ്റി നോക്കിക്കോ, ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന വീഡിയോ. ഒരു പ്രഭാതമൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ സാധാരണ എല്ലാവരും വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതി ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതും നമുക്ക് കീ ഫ്രെയിമാണ് അവിടെ അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ അല്ലേ? പിന്നെ കീ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫ്യൂഷൻ്റെ അകത്ത് ചെയ്യാം, കളർ ഗ്രേഡിങ് ചെയ്യാം. കളർ ഗ്രേഡിങ്ങിൽ ഇത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്ത് തന്നെ അങ്ങനെയാണ്. ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു സംഭവത്തിന് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തേ. അത് കാണിക്കുന്നത് വെച്ചാൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ കൂടുതൽ സമയത്തിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെക്കായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാവില്ല, വെള്ളയും കറുപ്പും, അത് ഒഴിവാക്കാം. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം, എന്ത് ഒഴിവാക്കാം. PNG ഇമേജ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. വീഡിയോസിനും ചെയ്യാം, ഫോട്ടോസിനും ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ FCBൻ്റെ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞാൻ നാളെ തന്നെ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിനെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ ഞാൻ എന്താ ചെയ്യാൻ പോണേ, ഇവൻ്റെ കളറൊന്ന് മാറ്റാൻ പോകാം. അപ്പോൾ കളർ പാനലിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കളർ മാറുന്നത് കണ്ടോ, ഇങ്ങനെ പല കളറിലേക്കും കൊണ്ടുവരാം. അങ്ങനെ വീഡിയോ പോകുന്ന സമയത്ത് ഇങ്ങനെ കളർ മാറി 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 വരുന്ന ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കളറിൽ ചെയ്യാം, ഫ്യൂഷനിൽ ചെയ്യാം, ഒക്കെ നമുക്ക് ഈ കീ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ബേസിക് ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഇനി ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇല്ലിസ്ട്രേറ്ററിൽ നമ്മൾ ചെറിയ 2D ആനിമേഷനൊക്കെ ചെയ്യും. 3D അല്ല, 2D ആനിമേഷൻസ്, ഈ കുറുക്കനൊക്കെ നടന്നു പോകുന്നത്, മരം കാറ്റത്ത് ആടുന്നത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇല്ലിസ്ട്രേഷൻ അറിയാലോ, വരച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും കിളി പറന്ന് പോകുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കീ ഫ്രെയിം അപ്ലൈ ചെയ്താണ് കൊടുക്കുക. കാലുകൾ ഇങ്ങനെ നടന്ന് വരുന്നൊക്കെ കാലുകൾ സെപ്പറേറ്റ് വരച്ചിട്ട് അതിന് കീ ഫ്രെയിം കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, അഡ്വാൻസ്ഡ് വീഡിയോ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിലേക്ക് നീങ്ങാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.